പോകുന്ന വയസ്സ് നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോകും അല്ലേ? പെരുന്നാളില് ആദിക്കും പൈസയ്ക്കും മാമാക്കും പിന്നൊന്നുമില്ല ഞങ്ങളെല്ലാരും ഡ്രസ്സ് എടുക്കാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ബത്തേരി എത്തിയിട്ടുണ്ട്. ആദ്യം ഡ്രസ്സ് എടുക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തോടെ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് എനിക്ക് ഡ്രസ്സ് ഇട്ടു കേട്ടോ, അല്ലെങ്കിൽ കുറേ തപ്പേണ്ടി വരും. ഇത് 1-2 ഡ്രസ്സ് ഇട്ടാൽ സെറ്റാവും. കണ്ണാടിയിലൊക്കെ ചൂടുമ്പോ കറക്റ്റ്. അങ്ങനെ ആദ്യം നമ്മളവിടുന്ന് ഒരു ഡ്രസ്സ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലേ അവിടെ കുറേ പെൺകുട്ടികളെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഒരു വയസ്സ് മുതൽ, അതായത് 0 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബത്തേരി ഉള്ളവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. നമ്മളെ പോലീസ് സ്റ്റേഷൻ റോഡിൻ്റെ ആ താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത്, WMO സ്കൂളിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ. അപ്പം ഒന്ന് പോയി നോക്ക്. നമ്മൾ ആദ്യക്കുള്ള ഡ്രസ്സ് ഉണ്ട്. ഇനി പൈസക്കുള്ള എനിക്കുള്ളൊക്കെ അടുത്ത എനിക്കും ഉമ്മാക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എനിക്കുള്ളത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ തിരയാന്ന് നേരമല്ല കേട്ടോ. ഇതന്നെ തിരഞ്ഞിട്ട് നമ്മൾ 4 മണിക്ക് ഇറങ്ങിയത് 7 മണിയാക്കി നമ്മളത് രണ്ടാളതും കൂടി എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ കേട്ടോ. എനിക്കൊരു ഗൗൺ പോലത്തെ ടോപ്പ് കൊടുത്ത് ഉമ്മാക്ക് ഇതാ ഒരു മാക്സിയും ഷാളും വരുന്നത് അത് ഉടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് പൈസേൻ്റെയാണ്. നമ്മളതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് എടുത്ത് ഒപ്പിക്കുക, പക്ഷേ പൈസേൻ്റെ എടുക്കാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളത് എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റായിന് കേട്ടോ. നമ്മൾ തപ്പാനൊന്നും തിരയാനൊന്നും നിന്നിട്ടില്ല, എന്നാലും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിന് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കേട്ടോ. ഇത് നമ്മൾ സദാ ഷോപ്പാണ്, നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കയറിയതാണ്. അതാ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ ഫൈസിക്കൽ എടുക്കാൻ പോവാണ്. നല്ല ലേറ്റായിരുന്നു, ചായ ഒന്നും കുടിക്കാണ്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചെടുത്തത്. നമ്മൾ ബത്തേരി ടൗൺ ആട്ടോ അത്. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ചായ മീൻസ് ഞാൻ കോഫിയാണ് കുടിച്ചത്. ആദ്യം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തണുത്തത് മതിയാവും കേട്ടോ. ജ്യൂസൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ സിപ്പപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ, ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ഓൺ സെറ്റാണ്. ഞാനൊരു കോഫി കുടിച്ചിട്ടുണ്ടേനു. പിന്നെ ഫൈസിക്ക് ഒരു ജ്യൂസ്, ആപ്പിൾ ഷേക്കറ്റാ ഓനക്ക് വാങ്ങിക്കൊടുത്തത്. ഉമ്മയും അതുപോലെ തന്നെ ആപ്പിൾ ഷേക്ക് കുടിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നാമത് ചായ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ആകെ ടയേർഡായി പോയിട്ട് നല്ല തലവേദനയും. അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് കുടിക്കാണ്ടിരുന്നത്. എന്താ വെച്ചാൽ തണുപ്പായാൽ പിന്നെയും തലവേദന കൂടും. അപ്പോൾ ഒരു കോഫി കുടിച്ച്. മിന്നും അതുപോലെ തന്നെ ഒരു കോഫി കുടിച്ചിട്ട് ഓളെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓൾ വേഗം ആ ജ്യൂസ് അടച്ചിട്ട് വേഗം മാറിയുന്നതാട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫൈസിക്ക് എടുക്കാൻ വിട്ടതാണ്. ഞങ്ങൾ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഫൈസിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കടയിൽ കയറിയിട്ട് ലാസ്റ്റ് കിട്ടിയത് എസ് ഭാരത് എന്നാണ്. അപ്പം ഈ പ്രാവശ്യം എനിക്ക് വേറെ എവിടെയും തപ്പിക്കില്ല, നേരെ എസ് ഭാരതിലേക്ക് വിട്ട്. നമുക്കെല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇട്ടൊപ്പിക്കാം, പക്ഷേ ഇവൻ എടുക്കലാണ് ടാസ്ക്. എന്താ വെച്ചാൽ ഒന്നൊന്നും അങ്ങോട്ട് സെറ്റ് ആവില്ല, പിന്നെ ഒരു ഇഷ്ടമാവില്ല കേട്ടോ. നമ്മൾ ആദ്യം അത് ഇട്ട് നോക്കി, പിന്നെ നോക്കുമ്പോൾ അത് ജാക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അത് അടൂരി വെച്ചിട്ട് എനിക്കൊന്ന് ആദ്യക്കും എനിക്കും ഉമ്മാക്കൊന്നും ഇങ്ങനെ നോക്കിയില്ല. എനിക്ക് ഒരു 5-6 എണ്ണെങ്കിലും ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റാണ് ഒന്ന് സെറ്റായത്. ലാസ്റ്റ് കണ്ട കരയുന്നതൊക്കെ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇട്ടിട്ടിട്ട് മടുത്ത്. അപ്പോൾ ഏതെങ്കിലും മതിയെന്നായി, അങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ആദ്യം അവൻ്റെ ടൗസറൊക്കെ ഊരിയിട്ട് ഓനും കളിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ 4 മണിക്ക് ഇറങ്ങിയ നമ്മൾ 9:30 മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇതാ കുറേ ട്രയലിന് ശേഷം നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഷോപ്പിംഗ് വീഡിയോ. ഈ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ ഫ്രം ദിസ് ടൈം.